അപ്പം അത് നമ്മൾ ചെയ്തതും ഈ പ്രോഗ്രാമുകളൊക്കെ ചെയ്തു. ആൾക്ക് ആ ദിവസം തന്നെ കുറ്റബോധം മാറിയപ്പോൾ തന്നെ ആൾ ഓക്കെ ആയി. പിന്നെ മറ്റു കുടുംബം അവിടെ പോകുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു. എപ്പോഴുമായിട്ട് എല്ലാവരുമായിട്ട് വഴക്കുണ്ടാക്കുമായിരുന്നു. അതൊക്കെ അങ്ങ് മാറി. നമസ്കാരം. നമസ്കാരം. അലക്സാഞ്ചന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീജ മാമാണ്. മാമിൻ്റെ സ്ഥലം ട്രിവാൻഡ്രമാണ്. അപ്പം നേരത്തെ 3-4 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനുശേഷം അല്ലേ, അതായത് 3 വീഡിയോയിൽ പറയാത്ത അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാത്ത കുറേ കാര്യങ്ങൾ ഇനിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പം മാം എന്ന് പറയുന്നത് നമുക്കറിയാം, കൗൺസിലറാണ്, സ്പിരിച്വൽ ഹീലറാണ്, NLP ട്രെയിനറാണ്, ഹിപ്നോ തെറാപ്പിസ്റ്റാണ്, സൗണ്ട് തെറാപ്പി ചെയ്യുന്നുണ്ട്, പിന്നെ നമ്പർ കോഡ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അനേകം ഹീലിങ്സും ടെക്നിക്സും ഒക്കെ മാം ചെയ്തു പോരുന്നുണ്ട്. അപ്പം ട്രെയിനിങ് സെഷൻസ് ഒരുപാട് എടുത്തു പോരുന്നൊരു വ്യക്തി ആയതുകൊണ്ട് ഒരുപാട് വ്യക്തികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സമയങ്ങളിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാമിനും പഠിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പം ഇത് ട്രെയിനിങ് സെഷൻസ് അല്ലെങ്കിൽ ക്ലാസ്സുകൾ എടുത്തു പോരുമ്പോഴത്തേക്കും നമുക്ക് നെഗറ്റീവ് പോസിറ്റീവ് എനർജീസും പല കാര്യങ്ങളും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കാറുണ്ട് അല്ലേ. അപ്പം പോസിറ്റീവ് എനർജി എപ്പോഴും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്, സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് എന്താണ് ചെയ്യേണ്ടത്, അതിന് പരിഹാരം എന്താണെന്നൊക്കെ ചിന്തിക്കേണ്ട ആവശ്യകത വരുന്നത്. അപ്പം ഇതെങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? അപ്പം ഒരു ക്ലയൻറ്റ് മാമിൻ്റെ മുമ്പിൽ വരുമ്പോൾ ആ ക്ലയൻറ്റ് പോസിറ്റീവാണോ നെഗറ്റീവാണോ, അവരെങ്ങനെയാണ് അവരുടെ ജീവിതത്തെ നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ബാധിക്കുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മാം തിരിച്ചറിയുന്നത്? എങ്ങനെയാണ് അവർക്ക് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കുന്നത്? ഇത് നമ്മൾ ആദ്യം തന്നെ അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ശബ്ദത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പം കൂടുതൽ ആൾക്കാരും എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും, ഈവൻ ആങ്സൈറ്റി, ഡിപ്രഷൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഒക്കെ. കുറേ ആൾക്കാർ സ്പിരിച്വൽ തലത്തിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വരും. പക്ഷേ എങ്കിലും എല്ലാ വ്യക്തികളിലും നെഗറ്റീവ് എനർജി ഉണ്ടാവും. നമ്മൾ സ്പിരിച്വൽ തലത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും പലതരത്തിലുള്ള പ്രാക്ടീസസുകളൊക്കെ ചെയ്ത് അവർക്ക് ഓറാസുകൾ ബാലൻസ് ആയിട്ടിരിക്കത്തില്ലായിരിക്കും. അത്തരത്തിൽ വരുമ്പോഴും നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. അവർ സ്പിരിച്വലിലേക്ക് ഹൈ ചെയ്യാനായിരിക്കും, പക്ഷെ അപ്പം ചിലപ്പോൾ ചില പ്രാക്ടീസുകളൊക്കെ തെറ്റായ രീതിയിൽ അനുഷ്ഠിക്കുന്നുണ്ടാവാം. അപ്പം നമുക്കത് അറിയാൻ സാധിക്കും. അത് ശബ്ദത്തിലൂടെയാണ് കൂടുതലും നമ്മൾ ഇപ്പോൾ ഒരാൾ വിളിച്ചു കഴിയുമ്പോൾ അവരുമായിട്ട് കുറേ സമയം നമ്മൾ സംസാരിക്കും. അപ്പോൾ അത്രയും സമയം കൊണ്ട് നമ്മൾ എടുക്കുന്ന, ഇപ്പം നമ്മൾ സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ ആ കൗൺസിലിംഗ് അതിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ അവർക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ്ങിൽ നമ്മൾ കുറേ വിദ്യകൾ അഭ്യസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആ മാറ്റങ്ങൾ പിന്നീട് അവർക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ ചിന്തകൾ വഴിയാണ്. അതായത് ചിന്തകളാണ് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളുമായിട്ടൊക്കെ മാറുന്നത്. അപ്പോഴാണ് നമ്മൾ ആ നെഗറ്റീവായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ആ വ്യക്തി നെഗറ്റീവാണെന്ന് നമുക്ക് തോന്നുക, അല്ലെങ്കിൽ ആ വാക്കുകളിലൂടെയാണ് പലപ്പോഴും മനസ്സിലാകുക. മാം പറഞ്ഞു സൗണ്ട് വഴിയാണ്, അതായത് വാക്കുകളിലൂടെ നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ വ്യക്തി നെഗറ്റീവായിട്ടുണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് പല പല മാനസിക രോഗങ്ങളിലേക്ക് തിരികെ ചെയ്യുന്നത്. പിന്നെ അത് വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പോഴാണ് ഒരു ഹീലറിൻ്റെ ആവശ്യം വരിക അല്ലേ. അത് ചിലപ്പം പെട്ടെന്ന് ആ വ്യക്തിയെ ഹീൽ ചെയ്യാൻ പറ്റിയേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് സമയം എടുത്തേക്കാം. അത് അവരുടെ പ്രശ്നങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഈ നെഗറ്റീവായിട്ട് നമുക്ക് തിരിച്ചറിയപ്പെടുമ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതായത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ ആവണമെന്നില്ല, അവർ ഭയങ്കര സങ്കടപ്പെട്ട് കരയുക, അവർ ഒരുപാട് പരാതികൾ പറയുക, ട്രോമാസ് പറയുക, ആർക്കെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് ആശ്വാസം കിട്ടുമായിരിക്കും. എന്നാലത് പെട്ടെന്ന് മാറില്ല. അപ്പോൾ അതെങ്ങനെയാണ്, ഏത് രീതിയിലാണ് അവരെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് അതിനെ ഒരു ചികിത്സാ രീതിയിലേക്ക് കൊണ്ടുവരുന്നത്? ഇത് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് 99% ആൾക്കാർക്കും പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അത് വലിയ രീതിയിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എങ്കിൽ കൂടിയും എല്ലാ മനുഷ്യരിലും എന്തുണ്ട്, നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. ഈ തോട്ട്സാണ് നമ്മളെ വലിയൊരു പ്രശ്നത്തിലേക്ക് നയിക്കുന്നത്. നമുക്കിപ്പോൾ എത്ര സൗഭാഗ്യം ഉണ്ടെങ്കിലും ശരി തന്നെ ഒരു നെഗറ്റീവ് തോട്ട്സ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സ് നെഗറ്റീവായിട്ട് മാറും. പിന്നീട് നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നതെല്ലാം എന്തായിരിക്കും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ കേട്ടിട്ടില്ല? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തും നമ്മൾ അട്രാക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അവിടെ പോസിറ്റീവെന്നോ നെഗറ്റീവെന്നോ ഇല്ല. അപ്പം ഇവിടെ നമ്മൾ പലരും ധാരാളം പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ കുറച്ച് ഭാഗം ആൾക്കാർക്ക് പോസിറ്റീവ് ഉണ്ടാവും, കുറേ പേർക്ക് നെഗറ്റീവ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു കോഴ്സ് എന്തെടുത്തു കഴിഞ്ഞാലും അങ്ങനെ സംഭവിക്കാറുണ്ട്.
അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാലും നമ്മളിൽ എന്താണോ ഉള്ളത് പോസിറ്റീവ് ആണെങ്കിൽ അത് കൂടുതലായിട്ട് വരികയും നെഗറ്റീവ് ആണെങ്കിൽ കൂടുതലായിട്ട് വരികയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ എന്ത് ചെയ്യുക, അതെല്ലാം നമ്മൾ അവിടെയുള്ള എല്ലാ നെഗറ്റീവ്സും ചിലപ്പോൾ നമ്മൾ ഇന്നർ ചൈൽഡ് ഇഷ്യൂസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓർമ്മയിലുള്ളതെല്ലാം ഈ ബോധപൂർവ്വം നമ്മൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കളയുക. അതിനുശേഷം കാരണം നമ്മളൊരു ചെറിയ വിത്ത് നടുമ്പോൾ 2 രീതിയിൽ കളകളൊക്കെ അവിടെ വെച്ച് നടാം, അതേ സമയത്ത് അത് മാറ്റിയിട്ട് നടുമ്പോൾ കുറച്ചും കൂടെ പുഷ്ടിയായിട്ടത് വരും എന്ന് പറയുന്നത് പോലെ ഉപബോധ മനസ്സിനെ നമ്മൾ ക്ലിയർ ചെയ്യുക. അപ്പം അത് ഇവിടെ നമുക്കൊരു ഇത്തരത്തിലുള്ള ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് തന്നെ മാറ്റാൻ സാധിക്കും. അതിനുശേഷമാണ് നമ്മൾ ഓരോ പ്രാക്ടീസുകൾ, അപ്പോൾ നമ്മളിപ്പോൾ ചിന്തകളില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുക. അപ്പോൾ കൂടുതലും നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ആ ഒരു തലത്തിൽ നമ്മൾ ഇരിക്കാൻ പഠിക്കണം. ചിന്തകളില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുക എന്ന് പറയുമ്പം അത് എളുപ്പം സാധ്യമാണോ? അതാണ്, അതായത് ഇപ്പം നമ്മൾ സാധാരണ മെഡിറ്റേഷനിലൊക്കെ നമ്മൾ കണ്ണടച്ചിരിക്കുക, അതല്ലെങ്കിൽ ചിന്തിക്കാതിരിക്കുക എന്നൊക്കെ അതൊന്നും പറഞ്ഞാൽ നമുക്കൊരിക്കലും നമുക്ക് അങ്ങനെ സാധിക്കത്തില്ല. പക്ഷെ അതിനൊക്കെയുള്ള വിദ്യകളുണ്ട്. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ചിന്തകളില്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ പറ്റും. ആ വിദ്യ അത് അപ്പം തന്നെ പറ്റുന്നത്. അത് പറഞ്ഞു കൊടുക്കുകയാണോ? അത് നമ്മൾ പ്രാക്ടീസ്, അതെ, നമ്മളത് വരുമ്പോൾ പ്രാക്ടീസ് ചെയ്യിക്കും. നമ്മൾ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്ക് ചിന്തകൾ വരികയില്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എന്തെങ്കിലും അങ്ങനെ പറയാൻ സാധിക്കുമോ? എങ്ങനെയാണ് അവരെ ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്? മാം ഒരുപാട് ടെക്നിക്സ് ഉപയോഗിച്ച് കാണുമല്ലോ. ഒരു ടെക്നിക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവാനായിട്ട് ഒരു ടെക്നിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് കൊടുക്കാവോ? അത് നമ്മൾ ഒരു അത് വിദ്യകളായിട്ടാണ്, രഹസ്യ വിദ്യകളാണ്. അപ്പോൾ അത് നമ്മൾ അവരെ ഒരു മുദ്രയിലിരുത്തിക്കൊണ്ട് മുദ്ര തെറാപ്പിയാണ് അതിൽ അവിടെ നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ആ ഒരു കാരണം അതിപ്പോൾ നമുക്കിങ്ങനെ പറയാൻ എന്താണ് അതൊരു വിദ്യയാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇരുത്തി ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചിന്തകളില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിലും പല ഇതുമായിട്ട് വരുന്നുണ്ട്. അതായത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് പോസിറ്റീവാണ്, ഇങ്ങനെ ചെയ്താൽ നമുക്ക് സന്തോഷമായിട്ടിരിക്കാം, നമുക്ക് ആവശ്യമില്ലാതെ ആങ്സൈറ്റിയും സ്ട്രെസ്സും എടുക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വീഡിയോസ് ഒരുപാട് പേര് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വീഡിയോസ് കണ്ട് നമുക്ക് ആ രീതിയിൽ നമുക്ക് സെൽഫ് ഹീൽ ചെയ്യാൻ പറ്റുമോ? അതോ ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് വെറുതെ പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ? അതോ ശരിക്കും ഹീലറിൻ്റെ സാന്നിധ്യം തന്നെയാണോ ആവശ്യം? അതെ, ഇതിൽ നമ്മൾ നമ്മുടെ ഓറയെ വർദ്ധിപ്പിക്കുക എന്നുള്ളത്, നമ്മുടെ ഓറയുടെ പവർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ആ പവർ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ എനർജി ലെവൽ ഹൈ ആക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ പോസിറ്റീവായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരിൽ എന്ത് ചെയ്യുമ്പോഴും ഇപ്പോൾ ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അതിനുള്ള പോസിറ്റീവ് റിസൾട്ട് കിട്ടും. അതേസമയത്ത് അവർ അതുകൊണ്ടാണല്ലോ പലർക്കും ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പോലും കുറച്ച് പേർക്ക് ഓക്കെ ആവും, കുറച്ച് പേർക്ക് അത് ഓക്കെ ആവില്ല. അപ്പം ഇപ്പം എൻ്റെ അടുത്ത് എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും ധാരാളം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവർ പലത് ചെയ്തു അങ്ങനെ വരുന്നവരുണ്ട്. അപ്പം പലതരത്തിലുള്ള പ്രാക്ടീസുകൾ, അപ്പം സ്പിരിച്വൽ പ്രാക്ടീസ് ആയാലും മറ്റൊക്കെ ലോ ഓഫ് അട്രാക്ഷനൊക്കെ ചെയ്തിട്ടുള്ളവർ. പക്ഷേ എന്തുകൊണ്ട് ഇവർക്കത് കുറച്ച് പേർക്ക് റിസൾട്ട് ആകുന്നു അല്ലെ കുറച്ച് പേർക്ക് ആകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ എന്താണോ ഉള്ളത്, ഇപ്പം നമ്മളൊരു മന്ത്രാസുകൾ ഉരുവിട്ടാൽ തന്നെ അതാണ് സംഭവിക്കുന്നത്. കാരണം ഉപബോധ മനസ്സിനകത്ത് അത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് അതിൻ്റെ ഹൈ ഇതിലേക്ക് പോകും, പോസിറ്റീവ് ആണെങ്കിൽ അങ്ങനെ. അതല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഒരു കോഴ്സ് പഠിക്കുമ്പം നമ്മൾ ഇത്ര പേര് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലൂടെ പോവുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഓരോന്നും നമ്മൾ അതിൻ്റെതായ റൂട്ടിൽ, അതായത് നമ്മൾ അവരുടെ റൂട്ട് കോഴ്സ് എടുക്കണം. അതിനുശേഷം നമ്മൾ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ക്ലിയർ ചെയ്തിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് വേണം. അല്ലാണ്ട് പെട്ടെന്ന് വന്നൊരാളെടുത്താൽ നിങ്ങൾ ചിന്തകളില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞൊന്നും പോയിട്ടൊന്നും അങ്ങനെ അതിനകത്ത് നമുക്ക് റിസൾട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ റൂട്ടിൽ പോയ എല്ലാവർക്കും അതിൻ്റെ റിസൾട്ട് കിട്ടും. പോകാനായിട്ട് ഹിപ്നോതെറാപ്പി അല്ലെങ്കിൽ ഹിപ്നോട്ടിസം പോലുള്ള വിദ്യകളാണ് നമ്മളിപ്പം നമ്മുടെ ട്രെയിനിങ്ങിൽ അങ്ങനെ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് നല്ല രീതിയിൽ നന്നായിട്ടത് യൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നല്ല റിസൾട്ട് അതിൽ നിന്ന് കിട്ടും. കാരണം ഇപ്പോൾ നമ്മളൊരു 2 days ട്രെയിനിങ് ആണ്, ഓഫ്ലൈനായിട്ട് നമ്മൾ 2 days ട്രെയിനിങ് ആണ്. അതിൽ ഫസ്റ്റ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് എടുക്കുന്നത്. അപ്പോൾ ആ റിസൾട്ട് അപ്പം തന്നെയാണ്. കാരണം ആ മൈൻഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു അരമണിക്കൂറിനുള്ളിൽ അവരിൽ നിന്ന് ഡിലീറ്റായി പോയിരിക്കും. ചില ആൾക്കാർക്ക് അത് മാത്രമായിരിക്കും പ്രശ്നം. അപ്പോൾ അവിടെ ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ അവർ ഓക്കെ. അതേ സമയത്ത് ചില ആൾക്കാർക്ക്
ഇപ്പോൾ ഭയമാണ്, അതും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതേസമയത്ത് ഭയങ്കരമായ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പിന്നീട് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 days കൊണ്ട് തന്നെ, ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ ബാച്ചിലെ ആൾക്കാർക്കെന്ന് വെച്ചാൽ ആ 2 days കൊണ്ട് തന്നെ അവർക്ക് ഓൾറെഡി എല്ലാവർക്കും ഓക്കെ. കാരണം ഏകദേശം അതിൽ തന്നെ സൈക്യാട്രിക് മരുന്ന് എടുത്തവർ പോലും ഉണ്ട്. നമ്മൾ പ്രശ്നങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ ചിലവർക്ക് 6 വർഷമായിരിക്കും, അതിൻ്റെ കാഠിന്യം അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു 6-7 വർഷം കൊണ്ടുള്ള ആൾക്കാർക്ക് പോലും പെട്ടെന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ മരുന്നൊക്കെ കഴിച്ച് കുറേ വർഷങ്ങൾ എടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മറ്റ് അസുഖങ്ങളും പ്രശ്നങ്ങളും വേറെ അങ്ങനെയൊക്കെ വരും. അതിനേക്കാളും നല്ലത് നമ്മൾ ഇത്തരത്തിലുള്ള നമുക്കൊരു പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നന്നായിട്ട് നമ്മളുടെ മൈൻഡിനെ ക്ലിയർ ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം നമ്മൾ ഒരു വീട്ടിലത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വ്യക്തികൾക്കും, ഇപ്പോൾ ഒരു വീട്ടിൽ അച്ഛനാണെങ്കിൽ മറ്റുള്ളവരെയും കൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. കുട്ടികളുടെ പഠിത്തം ആയിക്കോട്ടെ. അതേസമയത്ത് നമ്മൾ സാധാരണ എല്ലാവരും ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പോയിട്ട്, അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം അതാണ്. ഇപ്പോൾ പ്രശ്നങ്ങൾ എന്തോ ആയിക്കോട്ടെ, എത്ര ആങ്സൈറ്റിയോ ഡിപ്രഷനോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ അവർ 10 ഇത്ര വർഷങ്ങളിലേക്കൊക്കെ പോകാതെ പിന്നെ വീണ്ടും അതൊരു ബൈപ്പോളർ അങ്ങനെയൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ വരുവാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ കൂടുതൽ 2 days കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 6 വർഷം മരുന്ന് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 2 days കൊണ്ട് ചേഞ്ച് വരുത്താൻ പറ്റും. അല്ല, ഇപ്പം നമ്മളിപ്പം വന്നവരുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പം മാമിനെ കൺസൾട്ട് ചെയ്ത് അങ്ങനെ വന്നവർ, പക്ഷെ ഒരുപാട് വ്യക്തികൾ തനിക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് പോലും തിരിച്ചറിയാതെ, എന്തോ ഒരു പ്രശ്നമുണ്ട് പക്ഷേ എന്താ തിരിച്ചറിയാതെ ചികിത്സിക്കപ്പെടാതെ പോകുന്ന ഒത്തിരിയും പേരുണ്ട്. അവരൊക്കെ ആയിരിക്കും വീഡിയോസ് കാണുന്നവർ, അവരൊരിക്കലും പോയി കൺസൾട്ട് ചെയ്യും. ഇത് കണ്ട് ഇങ്ങനെ ഇരിക്കും. ചിലപ്പം വന്നിട്ട് മനസ്സിലായി എനിക്ക് ഈ കുഴപ്പമുണ്ടോ എന്ന് തിരിച്ചറിയാത്തവരും ഉണ്ടാവും. അവരോട് എന്താ പറയാനുള്ളത്? എനിക്ക് ഇപ്പം നമ്മുടെ ട്രെയിനിങ്ങിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരാളൊരു വീട്ടിൽ ഇത് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് എങ്ങനെ ചിന്തിക്കണം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടുന്നത് എന്ന ആ ഒരു ധൈര്യവും, അതല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ആത്മവിശ്വാസവും വിൽപ്പവറും ഒക്കെ നമുക്ക് തന്നെ സ്വയം കിട്ടും. നമ്മൾ ഈ ഒരാൾ അങ്ങനെ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരെയും കൂടെ നമുക്ക് നമ്മുടെ ആ റൂട്ടിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമുക്കൊരിക്കലും ഒരു കുട്ടിക്ക് ഒരു പ്രശ്നമാണെന്ന് അമ്മയ്ക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല, അച്ഛന് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ തന്നെ നല്ല പോസിറ്റീവ് ആവുകയും നമ്മളിൽ നിന്നുള്ള തോട്ട്സ് അവരിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പോൾ പലരും കുട്ടികളെ കൊണ്ട് പ്രശ്നമായിട്ട് വരും, പക്ഷേ പ്രശ്നം എവിടെ കിടക്കുന്നത്, പേരൻസിൽ ആങ്സൈറ്റി. അതായത് ആദ്യം നമുക്ക് ഈ ആങ്സൈറ്റി അവർക്ക് എപ്പോഴാന്ന് വെച്ചാൽ അവരുടെ ഇന്നർ ചൈൽഡ് ഓക്കെ ആവണം എന്നില്ല, നമ്മുടെ ആരുടെയും. കാരണം ഈ പ്രശ്നം അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, 99% ആൾക്കാർക്കും പ്രോബ്ലം ഉണ്ട്. നമ്മളൊരാളെ കാണുമ്പോൾ അങ്ങനെ അവർക്കിത് അറിയില്ലല്ലോ. കൂടുതലും ഇപ്പോൾ ലോജിക് മൈൻഡായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവർക്ക് അപ്പം ഈ നമ്മളിലൊരു അസൂയ വരുന്നത് നമ്മളുടെ പ്രശ്നമാണ്. അപ്പം നമ്മൾ ചിന്തിച്ച് നോക്കുക, നമ്മളുടെ അസൂയുണ്ടോ, അതല്ലെങ്കിൽ നമുക്കൊരാളോട് വെറുപ്പുണ്ടോ, ദേഷ്യമുണ്ടോ, ഇതെല്ലാം നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യമാണ്. അതിനെ ഒരു മാനസിക എന്ന് മാത്രം ചിന്തിച്ചിട്ട് പോയിട്ടത് കാര്യമില്ല, ഇതെല്ലാം നെഗറ്റീവാണ്. ഈ നെഗറ്റീവ് ഒരു അസൂയ നമ്മളിലേക്ക് വരിക എന്ന് പറയുന്നത്, മറ്റൊരാളെ നമ്മൾ കേട്ടിട്ടില്ലേ, മനസ്സാ വാച കർമ്മണ എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിനിങ്ങിന് വരുന്നവരോട് ചോദിക്കും, അവർ ശരിയാണ്, അവർക്ക് പ്രവൃത്തിയിൽ അവരൊന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പം നമ്മൾ ചോദിക്കും, മനസ്സുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും, കാരണം അസൂയ എന്ന് പറയുന്നത് അപ്പോൾ ആരും ഇതുവരെ എനിക്കങ്ങനെ അസൂയ വന്നിട്ടില്ല എന്ന് പറഞ്ഞ ഒരാളെ എൻ്റെ ട്രെയിനിങ്ങിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എല്ലാവർക്കും അങ്ങനെ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ആ അസൂയ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവാണ്. അപ്പോൾ അത് നമ്മളിൽ നിന്ന് റിമൂവ് ആവണം. ദേഷ്യം, വെറുപ്പ്, മനസ്സിലായി. അപ്പോൾ അതെല്ലാം നെഗറ്റീവാണ്. അപ്പോൾ ഇതെല്ലാം പ്രശ്നമാണ്. അപ്പം ഇതൊക്കെ എങ്കിലേ അതുപോലെ തന്നെ നമ്മൾ ഹാപ്പിനെസ്, എല്ലാ മനുഷ്യരും ജീവിക്കുന്ന എന്തിനാണ്, സന്തോഷത്തിനാണ്. അപ്പോൾ നമുക്ക് 4 തലങ്ങൾ, ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ, സ്പിരിച്വൽ, അതായത് ശാരീരിക, മാനസിക, വൈകാരിക, ആത്മീയ തലങ്ങളിലേക്ക് വരുന്ന ഒരാൾക്ക് മാത്രമേ ഹാപ്പിനെസ് കിട്ടുകയുള്ളൂ. കാരണം നമുക്ക് നമ്മളിൽ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, സന്തോഷം കണ്ടെത്തേണ്ടത്. ഇന്ന് നമ്മളെല്ലാവരും എന്തായിരിക്കും ചെയ്യുന്നത്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ സന്തോഷം. ശരിയാണോ? പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്, സ്ക്രീൻ ടൈം ഒരുപാടാണ്. അപ്പോൾ മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ മാത്രം വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർക്ക് എല്ലാവർക്കും സന്തോഷമാണ്, നമുക്ക് മാത്രം ഈ പ്രശ്നങ്ങളുള്ളൂ എന്ന് ചിന്തിച്ച് ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. തലമുറ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒരു മാറ്റം വരേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മാമിനോട് എനിക്കും ചോദിക്കാനുള്ളത്, ഇപ്പം പറഞ്ഞല്ലോ നമ്മൾ നെഗറ്റീവ് ചിന്താഗതികൾ, നമ്മൾ നെഗറ്റീവ് ഇഫക്ട്സ് ഉണ്ടാക്കുന്നു, അവർക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്, കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പം അവിടെ വ്യത്യസ്തമായി പെരുമാറുമ്പോഴും അല്ലെങ്കിൽ ദേഷ്യപ്പെടുമ്പോഴും സാധാരണ രീതിയിൽ സാധാരണക്കാർ പെരുമാറുന്ന പോലെ അല്ലാതെ വേറെ രീതിയിൽ പെരുമാറുമ്പോഴാണ് അവർക്ക് എന്തോ കുഴപ്പമുണ്ട് നമുക്ക് സ്വഭാവം കണ്ട് മനസ്സിലാവുന്നത്. പക്ഷേ ഫിസിക്കലി ചില മാറ്റങ്ങൾ വരാം. ചിലപ്പോൾ അവരുടെ മുഖത്തിൻ്റെ ആകൃതി അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോവുക അല്ലെങ്കിൽ ശരീരം ക്ഷീണിക്കുക, ഇങ്ങനെയുള്ള ഫിസിക്കലി കുറേ ചേഞ്ചസ് വരാം. അപ്പോൾ അതെങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത്? ഇപ്പം ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എഫക്ട്സ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഫിസിക്കലി എങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അല്ലെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണുള്ളത്? അതായത് നെഗറ്റീവ് എനർജി കൂടിക്കഴിഞ്ഞാലുള്ള നെഗറ്റീവ് ഇഫക്ട്സ് കാഴ്ചയിൽ ഒരാളുടെ ലുക്സിൽ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? ഇത് ഇപ്പം നമ്മൾ പല ആൾക്കാരും ഇപ്പം നമ്മുടെ അടുത്തെത്തുന്നവർ തന്നെ പറയുന്നൊരു കാര്യം, ഇവർ പല ഹോസ്പിറ്റലുകളിൽ പോകുമ്പോഴും ഇവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഇവർക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ്. ക്ഷീണം, തളർച്ച, ഈ മുടി കൊഴിച്ചിൽ, പല പ്രശ്നങ്ങളുണ്ടാവാം. അപ്പം ഇതൊക്കെ നമ്മളുടെ മാനസികമായി ഇപ്പം മൈഗ്രെയിൻ എന്ന് പറയുന്നത് എന്താ, ശരിക്കും നമ്മൾ അതിനെ ഒരു ഫിസിക്കൽ ഇതായിട്ടാണ് നമ്മൾ കാണുന്നത്, അതല്ലേ, ശാരീരിക ഒരു അസുഖം. പക്ഷെ അതിൻ്റെ യഥാർത്ഥത്തിൽ എന്താണ്, നമുക്ക് ടെൻഷനിൽ നിന്നാണ്, നെഗറ്റീവ് തോട്ട്സിൽ നിന്നാണ്. നമ്മളിപ്പോൾ ഒരു മൈഗ്രെയിൻ ഉള്ള ഒരാളെ സംബന്ധിച്ച് അയാൾ മറ്റുള്ളവർക്കും പ്രശ്നമായിരിക്കും. കാരണം അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാവും, ഉറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതിന് മരുന്ന് കൊടുക്കുമ്പോഴും എന്താ ചെയ്യുക, ബ്രെയിനിനെ അതിൻ്റെ ആ തലച്ചോറിനെ ഇത് ചെയ്യുന്നിട്ട് ബാധിക്കും. അപ്പോഴവർക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് അവർക്ക്. ഇപ്പോൾ ഒരു തലവേദനയാണെങ്കിൽ പെട്ടെന്ന് തലവേദന മാറും, പക്ഷേ അവർക്ക് ചിന്തിക്കാനുള്ള ഒരു അങ്ങനെ അവർക്ക് അതുപോലും സാധിക്കില്ല. അപ്പം ഇതൊക്കെ നമ്മളുടെ ശരീരത്തിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്, അല്ലേ. പിന്നെ അതുപോലെ ഇപ്പം നമുക്ക് ഭയങ്കരമായ ക്ഷീണം, അത് ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോൾ എല്ലാ ചെക്കപ്പും നോക്കിയാലും അവർക്കൊരു പ്രോബ്ലവും കാണില്ല, പക്ഷെ അവർക്കെപ്പോഴും തളർച്ചയായിരിക്കും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുടി കൊഴിച്ചിൽ. അപ്പോൾ ഇതൊക്കെ നമ്മളിലെ നെഗറ്റീവ് വൈബ്രേഷൻ നമ്മളിൽ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെയാണ് അതിനെ നമ്മൾ ഓരോ പേരിട്ട് വിളിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ശരീരം ക്ഷീണിക്കുക, സ്കിൻ മുഖത്തൊക്കെ ഇങ്ങനെ ഡാർക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ അല്ലെ കറുപ്പ് വീഴുക, അല്ലെ, അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു ഉണ്ടാവാറുണ്ട്. കണ്ണൊക്കെ ഈ ഒരു ഉറക്കം തൂങ്ങിയ പോലത്തെ, ഇതെല്ലാം ടെൻഷൻ്റെ. നമ്മളിപ്പോൾ നമ്മളല്ലാതെ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ കൊളാജ്, നമ്മൾ ഓരോ ഫുഡുകൾ ഇത് വരുമല്ലോ, അപ്പോൾ അങ്ങനെ അതൊക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇപ്പം പറഞ്ഞതുപോലെ ബാധ, അങ്ങനെയുള്ള ദോഷങ്ങൾ എന്ന് പറയും ആൾക്കാർ. ഇതൊക്കെ ഇപ്പം മാഡം അതായിരിക്കുമല്ലോ, അതുകൊണ്ടാണോ ഉദ്ദേശിച്ചത്? ഇതൊക്കെ നമ്മളിൽ സംഭവം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതെപ്പോഴും നമ്മുടെ എനർജി ലോ ആവുമ്പോഴാണ് ഇത്തരത്തിലുള്ള എനർജീസുകൾ നമ്മളിലേക്ക് അഡിക്ഷൻസുകൾ. ഇപ്പം നമ്മൾ മൊബൈൽ അഡിക്ഷൻ കുട്ടികൾക്കൊക്കെ, ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം പ്രശ്നങ്ങളല്ലേ, മിക്കവാറും പിള്ളേരൊക്കെ ഹൈപ്പർ ഇതായിരിക്കാം. ഇത് വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള, എന്നാൽ അവരും നല്ല മിടുക്കരാണ്. ഇപ്പം എൻ്റെ ഒരു ട്രെയിനിങ്ങിൽ വന്നിട്ടപ്പം ആ കുട്ടി എന്നോട് പറഞ്ഞൊരു ഇത്, എനിക്കൂടെ ഇത് അറ്റൻഡ് ചെയ്യണമെന്ന്. കാരണം അത് പിറ്റേ ദിവസമാണ് പറയുന്നത്. അവന് വളരെ മിടുക്കനാണ്, പക്ഷേ അപ്പം അമ്മ പറഞ്ഞത് അവൻ മൊബൈൽ അഡിക്ഷൻ ഉണ്ട് ആൾക്ക്. പക്ഷെ ഉണ്ടെങ്കിൽ പോലും അവൻ്റെ സംസാരവും ഒക്കെ വളരെ എത്രയോ നല്ല ബുദ്ധിപരമായിട്ടുള്ള സംസാരവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം ആ മൊബൈൽ അഡിക്ഷൻ വരുമ്പം ഇതെല്ലാം ഇവരിൽ നിന്ന് നശിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായി? അപ്പം ഞാൻ പറഞ്ഞു അടുത്ത ട്രെയിനിങ്ങിൽ വന്ന് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ സെക്കൻഡ് ഡേ ആണ് ഇത് പറയുന്നത്. അപ്പം അത്രയും ബുദ്ധി, ഒരു 12 വയസ്സേ ഉള്ളൂ കുട്ടിക്ക്. അപ്പം അത്രയും നമ്മളോട് അങ്ങനെ പറയണമെങ്കിൽ ആ കുട്ടിയുടെ ഒരു, ഞാനത് ചിന്തിച്ചു ബുദ്ധിയെക്കുറിച്ച്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ എനർജീസുകൾ, കാരണം ഇത്തരത്തിലുള്ള എനർജികളായിട്ടുള്ളവർ നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ ബാധ പ്രശ്നം, അപ്പം അതൊക്കെ ഒരു സൈക്കിക് ഇതായിട്ടാണ് അവർ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ചില ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയിട്ട്, അപ്പോൾ അവരിങ്ങനെ ഇതൊക്കെ കൊടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ അവർക്കൊരു 1.5 മാസമൊക്കെ അതിനെ അതിജീവിക്കാൻ പറ്റും. പക്ഷേ ഇത് നമ്മുടെ ബ്രെയിനിലല്ലേ കിടക്കുന്നത്, ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജീസുകളല്ലേ. നമ്മൾ എന്തുകൊണ്ടാണ് രാവിലെ 3:50 പ്രാധാന്യം പറയുന്നത്, അല്ലെങ്കിൽ 4 മണി മുതൽ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയും? കാരണം ഈ എനർജീസ് ഇപ്പോൾ ഇതൊന്നും വിശദമായിട്ട് പറയുന്നില്ല എന്നല്ലേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പള്ളിയിലായാലും അമ്പലത്തിലായാലും പിന്നെ തുറക്കുമ്പം ഇത് ഇല്ലേ, മണിയടിക്കുന്നത് എത്ര മണിക്കാണ് വരുന്നത്, ഈ ബ്രഹ്മമുഹൂർത്തത്തിലല്ലേ. അപ്പോൾ അതിനൊക്കെ ഒരു എനർജിയും അത് ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിനകത്തുള്ള സമയങ്ങൾ, അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഉറങ്ങുന്ന എത്ര മണിക്കാണ്? കുട്ടികളാണെങ്കിൽ പോലും 12 മണിക്കും 1 മണിക്കും ഒക്കെ നമ്മൾ മൊബൈലുമായിട്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ഹോം എന്ന് പറഞ്ഞിട്ട് അതെല്ലാം നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ ഉറങ്ങണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലുള്ള എനർജീസുകൾ, അതായത് എല്ലാ എനർജിക്കും അതിന് പോകേണ്ട സമയമുണ്ടല്ലേ. ഈ പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ടല്ലേ, രണ്ടും ഉണ്ട്. അപ്പം ഓരോ എനർജിക്കും
അതിൻ്റെതായ സമയങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ഉറങ്ങേണ്ടുന്ന സമയത്ത് കൃത്യമായിട്ട് ഉറങ്ങുക. അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭക്ഷണങ്ങൾ കഴിക്കുക. ഇപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ എന്താ എല്ലാവരും ഫാസ്റ്റ് ഫുഡാണ്, അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് ഗുണം ചെയ്യാത്ത. അതുകൊണ്ടാണ് പഴയ ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ അത് ഇന്നതാണോ എന്നൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. അതേ രീതിയിൽ അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത്തരത്തിൽ നമ്മളുടെ എനർജി കുറച്ചും കൂടെ വൈബ്രേഷനിലേക്കാവും. ഇപ്പോഴുള്ളവർക്കതില്ല. ഇപ്പോഴുള്ളവർ എപ്പോഴും മൊബൈലിനകത്തിരിക്കുകയാണ്. വലിയവരാണെങ്കിൽ എന്നിട്ട് അവർ പറയും കുട്ടികൾക്ക് അഡിക്ഷനാണ്. ഓൾറെഡി വലിയവരും അങ്ങനെ തന്നെയല്ലേ. അത് നമ്മൾ നല്ല കാര്യത്തിനായിരിക്കില്ലല്ലോ. അവർ ഇപ്പോൾ ചില ആൾക്കാരാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞത് ഇപ്പോൾ യൂട്യൂബ് ചാനലുകൾ അതിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക. അവരതിനകത്തുനിന്ന് പ്രത്യേകിച്ചൊന്നും നേടുന്നില്ല. അവർ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒന്ന് അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അതുപോലെ ചില കേസുകളുണ്ട്, അതായത് ഇപ്പം അവരുടെ ജനനസമയമോ അല്ലെങ്കിൽ നാൾ വെച്ചിട്ട് ചിലർക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, ഭയങ്കര ഇമോഷണലി ബാലൻസ്ഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ചിലർ ഭയങ്കര ഓവർ ആക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലർ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരിക്കും. ഇങ്ങനെ അവരുടെ നാളും അല്ലെങ്കിൽ സമയം വെച്ചിട്ട് തന്നെ അവർക്ക് അങ്ങനെ ഗ്രഹങ്ങളുടെ സ്ഥാനം അനുസരിച്ചൊക്കെ അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ചിലർക്ക് സ്വന്തം ഇമോഷണലി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഭയങ്കര സെൻസിറ്റീവ്, ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് കരയുക, അല്ലെങ്കിൽ പെട്ടെന്ന് പുറകോട്ട് മാറുക, അല്ലെങ്കിൽ പുറത്തേക്ക് വരാതിരിക്കുക, റൂമിൽ അടച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെ അവർക്ക് അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ അങ്ങനെയുള്ള ഒരുപാട് ഭയങ്ങൾ ഉണ്ടായിരിക്കുക. അതൊക്കെ ചിലപ്പം ആത്മാവിലുണ്ടായ ഇംപ്രിൻസും ആയിരിക്കാം. മുൻജന്മങ്ങളിൽ ഒരുപാട് ജന്മങ്ങളുടെ അടുത്ത് വന്ന ഭയങ്ങളും ഒക്കെ സ്റ്റോറായി കിടക്കുന്ന ഇംപ്രിൻസ് ആയിട്ട് കിടക്കുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇപ്പം അനുഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമുള്ളവരെ എങ്ങനെയാണ് അവർ ഹീൽ ചെയ്യുന്നത്? അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ കർമ്മയിൽ ഉൾപ്പെടുത്തിയുള്ള കാര്യമായിരിക്കുമല്ലോ ഇപ്പോൾ പറഞ്ഞത് തന്നെ. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഇതിൽ തന്നെ നമ്മളിപ്പോൾ ദോഷ എന്ന് പറയുമ്പോൾ ജാതകത്തിൽ പല പ്രശ്നങ്ങളും നമ്മളിപ്പോൾ ജ്യോത്സ്യന്മാരെ പോയി കാണുമ്പോൾ അവർ പറയും ഇങ്ങനെ ദോഷങ്ങളുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്തായിട്ട് മാറും? നമ്മൾ നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവും. അതേസമയത്ത് ഇതിനെയൊക്കെ നമുക്ക് സ്വയം പരിഹരിക്കാൻ പറ്റും. നമുക്ക് സ്വയം പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ നേരത്തെ നമ്മൾ നെഗറ്റീവ്സിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താണ്? നെഗറ്റീവായിട്ട് നമ്മളിപ്പം ഒരു ലേഡീസ് ആണെങ്കിൽ നമ്മൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ നമ്മുടെ തോട്ട്സ്, നമ്മളൊരു ചായ ഇടുമ്പോഴും തോട്ട്സ് എന്തായിരിക്കും? ഇതെല്ലാം ചായ കുടിക്കുന്ന ആൾക്കാരിലും ഭക്ഷണം കഴിക്കുന്നവരിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്കവിടെ പോസിറ്റീവായിട്ട് നമുക്ക് ചെയ്യാം പറ്റുന്നവർക്ക്. ഇപ്പോൾ നമുക്ക് തീരെ പറ്റാത്തവർക്കാണല്ലോ മറ്റ് ഇതൊക്കെ. നമുക്ക് പറ്റുന്ന ആൾക്കാർക്ക് നമുക്കത് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം തീരെ നെഗറ്റീവായിട്ടിരിക്കുന്ന ഒരു വ്യക്തി, നല്ല നെഗറ്റീവ് തോട്ട്സ് ഉള്ള ഒരാളാണ്, അവരുടെ റൂമിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് വെക്കുക. നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യമാണ്. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക ദിവസം. ആ അതുണ്ടാവും. എന്തുകൊണ്ടാണ്? ഇതൊക്കെ നമുക്ക് തന്നെ പരീക്ഷിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാം. ആ ഒരു ജലത്തെ നമുക്ക് എനർജൈസ് ചെയ്യാമല്ലോ സെൽഫായിട്ട്. അങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. പിന്നെ നമുക്ക് നമ്മുടെ ഓറയെ നമ്മൾ ക്ലെൻസ് ചെയ്ത് വെച്ച് അതിനെ ബാലൻസ് ചെയ്ത് അതുപോലെ തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള എനർജീസിനെ നമ്മളിലേക്ക് കടന്നു വരാൻ പറ്റില്ല. അതിന് വിവിധ മാർഗ്ഗങ്ങളുണ്ട്. നമുക്ക് അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇപ്പം ഒരു ക്ലയൻറ്റ് വന്ന് നമ്മളിപ്പോൾ ഹീലിംഗ് ഓൺലൈനായിട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് ചെയ്യുന്നു, ഇതൊക്കെ ചെയ്താലും നമ്മളെ ക്ലയൻസ് പാലിക്കേണ്ട ചില കാര്യങ്ങൾ കാണുമല്ലോ, ചില ടെക്നിക്സ് പറഞ്ഞു കൊടുക്കാമല്ലോ. അവർ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ഇത് കൂടാതെ നിങ്ങൾ ജീവിതത്തിൽ പാലിച്ച് പോവുക, ഇന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പോവുക, അല്ലെങ്കിൽ ചില പുസ്തകങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ അങ്ങനെ പോസിറ്റീവായിരിക്കാൻ കുറേ നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് സാറിന് കൊടുക്കാറുള്ളത്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ആദ്യം ഓരോരോ സ്റ്റെപ്പ് ചെയ്യുന്നു. അതൊക്കെ അപ്പോൾ ഉള്ള റിസൾട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന അപ്പോൾ റിസൾട്ട് കിട്ടുന്നു. ചിന്തകളില്ലാത്ത അവസ്ഥയിലേക്കാണെങ്കിൽ അപ്പോൾ കിട്ടുന്നു. പിന്നെ നമ്മൾക്കിപ്പം സോളുമായിട്ടുള്ള പ്രാക്ടീസ് ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ സോളിനെ നന്നായിട്ട് അറിയാം. നമുക്കതായത് ഇപ്പോൾ സ്ഥൂലം സൂക്ഷ്മമുണ്ട്. സൂക്ഷ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്ഥൂലമാണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പം അവിടെ നമ്മളൊരു കോഴ്സ് ട്രെയിനിങ്ങിന് ഇത്ര പേരിരിക്കുമ്പോൾ ആദ്യം വരുമ്പോഴേ ഞാൻ പറയും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കാൻ പറയും. അത് കഴിഞ്ഞിട്ടുള്ള ചേഞ്ചസ്, അപ്പം നമ്മളിലുള്ള ചൈതന്യം, ഇത് അതായത് വർഷങ്ങളായിട്ട് എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ എന്നും പറഞ്ഞ് ഇരിക്കുന്നതാണ്. ഇതിനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ അവിടെ നമുക്ക് ആ ചേഞ്ചസ് അറിയാൻ പറ്റും. വ്യക്തമായിട്ട് മറ്റൊരാൾക്ക് കാണാനും പറ്റും അത് എന്താണെന്നുള്ള. അപ്പം അതിൽ കൂടുതൽ നമുക്ക് അത്രയും അതിനെ അംഗീകരിക്കാൻ പറ്റുമല്ലോ. അതിനുശേഷം ഇതെല്ലാം നമുക്ക് അപ്പോഴുള്ള റിസൾട്ടാണ്.
പിന്നീട് ഇപ്പം ഞാൻ നേരത്തെ നമ്മൾ OCD ഒക്കെ പറഞ്ഞു. അപ്പം ഇത്തരത്തിലുള്ള ഹൈ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യുക വെച്ചാൽ പ്രാക്ടീസ് ചെയ്തിട്ടേ മാറുകയുള്ളൂ. അത് നമ്മൾ ബ്രെയിൻ സ്റ്റിമുലേഷൻ, ആ ബ്രെയിൻ സ്റ്റിമുലേഷൻ എടുത്തു കഴിഞ്ഞാൽ പുതിയ ന്യൂറോ പാത്വേ അവിടെ കണക്ട് ചെയ്യും. അങ്ങനെ വന്നിട്ട് അതിനകത്തുനിന്ന് അവർക്ക് മാറ്റാം. അപ്പം അങ്ങനെ ഇതിൻ്റെ സ്റ്റെപ്പുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഓരോന്ന് അന്നേരമുള്ള റിസൾട്ട് അപ്പം കിട്ടും. പിന്നീട് അപ്പം നമുക്ക് 2 days കൊണ്ട് തന്നെ വലിയൊരു ചേഞ്ചസ് അവരിപ്പോൾ ആങ്സൈറ്റിയോ മറ്റേ ഡിപ്രഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഭയം മാറ്റാൻ പറ്റും, എല്ലാം മാറ്റാൻ പറ്റും. പിന്നെ വലിയ OCD ഒക്കെ ആണെങ്കിൽ അതിന് വീണ്ടും പ്രാക്ടീസ് ചെയ്താണ് പോകുന്നത്. അപ്പം അത് അവർക്ക് തന്നെ അറിയാം, വരുന്നവർക്കറിയാം. പിന്നെ നമ്മളതിനെ ഓരോ ദിവസവും കൊടുക്കുന്ന പ്രാക്ടീസുകളുണ്ട്, ശബ്ദ തെറാപ്പി, അതൊക്കെ നമ്മൾ ഓരോ ദിവസം ചെയ്യേണ്ടുന്നതാണ്. അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ അതിനെക്കുറിച്ച് ആലോചിക്കില്ല. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ നമ്മുടെ മനസ്സ് പോകുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ ഒരാളോട് ഇപ്പം അഞ്ജന മാഡത്തിനൊരു ഇതുണ്ടെങ്കിൽ ഞാൻ അഞ്ജന മാഡത്തിനോട് പറയുകയാണ്, അങ്ങനെ ചിന്തിക്കരുതെന്നും പറഞ്ഞാൽ നടക്കില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു പോകുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ അവിടെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വിദ്യകൾ അഭ്യസിച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കും നമ്മുടെ. ഇപ്പം നേരത്തെ എന്നോടൊരു ഞാനിപ്പം ഒന്ന് ഇത് നോക്കാം, അപ്പം അത് മാഡത്തിന് പെട്ടെന്ന് അതിൽ ടെക്നിക്സ് മൊത്തത്തിൽ ഇതിപ്പോൾ നമുക്ക് പറ്റില്ല. ജസ്റ്റ് ഒരു ഇത് മാത്രമേ, കാരണം അതൊരു ഇതല്ലേ, വിദ്യയല്ലേ. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ചേ, കൈ അല്ല ഇങ്ങനെ വെച്ചോ, ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ ഇതിനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തേ. ഓക്കെ, ഇതവിടെ ഇരുന്നിട്ട് ഇത് ഓക്കെ, ജസ്റ്റ് ഒന്നിരുന്ന് നോക്കിക്കേ, സ്ട്രെയിറ്റ് ആയിട്ട് ഒന്നിരുന്ന് ഒന്ന് കണ്ണടച്ചിരുന്നേ. ഓക്കെ, ചിന്തകൾ വരുന്നുണ്ടോ നോക്കിയേ, ചിന്തകൾ വരുന്നുണ്ടോ? പക്ഷെ അത് ചോദിച്ചപ്പോഴാണ് ചിന്തിച്ചുണ്ടോ, ചിന്തിച്ചില്ലല്ലോ. അപ്പം ഇതിനോടൊപ്പം നമ്മൾ വിദ്യ അഭ്യസിപ്പിക്കും. ആ വിദ്യയിൽ നമ്മളൊന്ന് ഇരുന്നൊരു 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും പിന്നെ നമുക്കത് എത്ര ദിവസം വേണമെങ്കിലും അങ്ങനെ ഇരിക്കാൻ പറ്റും. എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് പ്രാക്ടീസ് ചെയ്ത് അല്ലേ ആ ഒരു അവസ്ഥയിലേക്ക് വരാൻ പറ്റുന്നതാണ്. ഓക്കെ മാം, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു നമ്മൾ 99% ആൾക്കാർക്കും അസൂയ, കുശുമ്പ് അല്ലെങ്കിൽ ഹേറ്റ്രഡ് അല്ലേ, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. കുശുമ്പില്ലാത്ത അല്ലെങ്കിൽ അസൂയില്ലാത്ത ആരും ഇല്ലെന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ അത് മനുഷ്യ സഹജമാണ്. പക്ഷെ അതിൻ്റെ തോത് കൂടിയും കുറഞ്ഞു ഇരിക്കുന്നേ ഉള്ളൂ. കുറച്ച് അസൂയുള്ളവർ, കൂടിയ അസൂയുള്ളവർ, അതായത് ഒരു ചൊല്ലുണ്ടല്ലോ, അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല. അത് വേണമെങ്കിൽ സത്യമായിട്ട് പറയാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത്ര ഹീലിങ്സാണ്, നമ്മൾ ഒരുപാട് പ്രശ്നത്തിലേക്ക് പോകുന്നതിന് ഒരു അത്യാവശ്യം വേണം. അത്യാവശ്യം അസൂയം കുശുമ്പും ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. എന്താ ഈ പറയാം, അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് അത്യാവശ്യം വേണം. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ ശത്രുദോഷം, കൺപേറ് അല്ലെങ്കിൽ ദൃഷ്ടിദോഷം, വാദദോഷം, ഇതൊക്കെ അതുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന സംഭവമാണ്. അപ്പം ശത്രുദോഷം ഭയങ്കരമായിട്ട് ഏൽക്കുമ്പോഴാണ് ഒരാൾ വളരെ വിജയത്തിലേക്ക് പോയിട്ട് പെട്ടെന്ന് വീഴ്ച വരിക, അല്ലെങ്കിൽ നല്ല നഷ്ടങ്ങളാകുക, ഡിപ്രഷനിലേക്ക് പോവുക, ഇതൊക്കെ സംഭവിക്കാറുണ്ട്. ശത്രുദോഷം, കൺപേറ് ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഞാൻ ഇപ്പോൾ കണ്ടിട്ടുള്ളത്. അതായത് ഓരോ വ്യക്തികളായിട്ട് സംസാരിക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഹീലിങ്സും അല്ലെങ്കിൽ ചികിത്സ ആവശ്യമാണ്, എന്തെങ്കിലും ചെയ്യണം എന്നും പറഞ്ഞിട്ട് വരുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പം മാം എങ്ങനെയാണ് അവരെ, എന്തൊക്കെ ടെക്നിക്സിലൂടെയാണ് അവരെ ഒന്ന് ശരിയാക്കിയെടുക്കുക, അവരെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരിക? നമ്മൾ ഈ ദൃഷ്ടിദോഷത്തിന് പല ടൂൾസാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഈ നമ്പേഴ്സ് അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ചില പ്രോസസ്സ് വിദ്യകൾ ഇത് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓറെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അതിനിപ്പം നിരവധി മാർഗങ്ങളാണ്. പിന്നെ നമ്മൾ സാധാരണ ആൾക്കാർ പലതരം നമ്മൾ ഇപ്പം മുളകും കടുകും ഒക്കെ നമ്മൾ സാധാ ഇതിൽ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. അത് നമുക്ക് അങ്ങനെ ചെയ്യാം, ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല നമ്മൾ അതിന് നമ്മൾ ശബ്ദ തെറാപ്പി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഓറ പ്രൊട്ടക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ ഇതൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ അല്ലേ, അവരെ നമ്മൾ കണ്ടിട്ടില്ലേ പൊട്ടിടുക. അപ്പം അഞ്ജന മാഡവും ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലേ. ഇവൻ നമ്മളെല്ലാവരും കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കും. നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലെങ്കിൽ കൂടിയും എല്ലാവരും പൊട്ടിടുമ്പോൾ ഒരു വലിയ പൊട്ടൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇന്നെല്ലാവരും പൊട്ടിടും. എങ്ങനെയായിരിക്കും ഇടുന്നത്? ഒരു ചെറിയ പൊട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ സാധാരണ നമ്മളൊരു വലിയ പൊട്ടൊക്കെ ഇടുമ്പോൾ അതിനകത്ത് എന്ത് ചെയ്യും? ആ എനർജി വലിച്ചെടുക്കാനുള്ളത് അതിനുണ്ട്. അതുപോലെ നമ്മൾ സാധാ ഇടുന്ന പൊട്ടല്ല, അതിനൊക്കെ പ്രത്യേക തരത്തിലുള്ള
നമുക്ക് തയ്യാറാക്കാം, അതും നമുക്ക് ചെയ്യാൻ വേണ്ടുന്നവർക്ക്. അപ്പം ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ നമ്മൾ വിവാഹം കഴിയുന്നു, നമ്മളിപ്പോൾ ഓറയെന്നോ അതല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഇതൊന്നും ആരും പറയാറില്ല. പക്ഷെ അതൊരു ചടങ്ങായിട്ട് നമ്മൾ ചെയ്യുന്നത്. കല്യാണത്തിന് വധൂവരന്മാർക്ക് ആരതി ഒഴിയുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പം അത് വീട്ടിലാരെങ്കിലും മറ്റേ അമ്മായിമാരോ ആരെങ്കിലുമൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ നിലനിന്ന് പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കണ്ണേറ് എന്നൊക്കെ പറയുന്നത് ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോകുന്ന കല്യാണത്തിന് നമ്മൾ വലിയ സന്തോഷത്തിലായിരിക്കും, നമ്മുടെ ബോധ മനസ്സാണത്. പക്ഷേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ നെഗറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളൊരു കുഞ്ഞിനെ കാണുന്നു, നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് ആ കുഞ്ഞിൻ്റെ കളിയും ചിരിയും. പക്ഷേ അതിലേക്ക് നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്നാണ് എന്ത് പോകുന്നത്, അതൊരാൾക്കും അറിയാൻ പറ്റില്ല. മറ്റൊരാൾ കാണുമ്പോൾ ഹാപ്പിയാണ്, പക്ഷെ നമ്മുടെ ഉപബോധ മനസ്സ് നെഗറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവരിൽ എഫക്റ്റ് ചെയ്യും. അത് നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യമാണ്. അതിനാണല്ലോ മനസ്സാ വാച കർമ്മണ എന്ന് പറയുന്നത് അല്ലേ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പം അവിടെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ മനസ്സുകൊണ്ട് നമ്മൾ അറിയാതെ ഒരു എനർജി നെഗറ്റീവ്. കാരണം ഇതുപോലൊരു കാര്യങ്ങൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മളറിയാം പ്രോഗ്രാമിന് പോകുമ്പോൾ പിന്നീട് അവിടെ ചില ആൾക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് നമുക്ക് അന്നത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്. അതങ്ങനെ പറയാൻ പറ്റില്ല നമ്മൾ ചില. അപ്പം അങ്ങനെ ഉണ്ട് ആ എനർജി നല്ലതായിട്ട്. അത് വേറൊരാൾ നമ്മളിപ്പോൾ ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് അവർക്കിപ്പോൾ, കാരണം ചില ആൾക്കാരൊക്കെ അല്ലേ നമ്മൾ മരിച്ചു പോയിട്ട് ഇപ്പോൾ ഇപ്പോൾ അവിടെ ഒരു ചടങ്ങ് നടക്കുകയാണ്, അപ്പോൾ അവിടെ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവരിൽ നിന്നും പോകുന്നത് അത്തരത്തിലുള്ളൊരു സന്തോഷമായിട്ടുള്ള കാര്യം നടക്കുമ്പോൾ ഒരു സങ്കടം പെട്ടെന്ന് വരും. അത് അവരറിഞ്ഞുകൊണ്ട് വരുന്നതല്ല, പക്ഷെ അതെന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ഇപ്പം നമ്മളാ പറയുന്നത് വെച്ച് നമ്മളൊന്ന് ശ്രദ്ധിച്ചു പോകുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. അത് എനർജിയാണ്. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എനർജി എന്ന് പറയുന്ന ഒരു കാര്യം? അതെല്ലാം മണിയിലായാലും മറ്റെല്ലാ കാര്യങ്ങൾക്കും എനർജി ഉണ്ടല്ലേ. അപ്പം നമ്മൾ ഒരു ബോൾ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് എഫക്റ്റ് ഉണ്ട്. പക്ഷെ ആ എനർജിക്ക് ഇപ്പം അഞ്ജന മാഡം തന്നെ നമ്മളിപ്പോൾ ഒരു ഐഡിയ ഇട്ടു, ആ ഐഡിയ നമ്മൾ പുറത്തോട്ടിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ അത് ആരെങ്കിലും ചെയ്തിരിക്കും. ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. കാരണം ആ ചിന്തയ്ക്കൊരു എനർജി ഉണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ചിന്തയായാലും അതിനെന്തുണ്ട്, എനർജി ഉണ്ട്, അതവിടെ വർക്ക് ചെയ്യും. അപ്പം അതിനൊക്കെയാണ് നമ്മൾ പോസിറ്റീവ് ആവണം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ വേറൊരാൾക്ക് ദോഷം വരണമെന്ന് മനസ്സിൽ ചിന്തിച്ചൊന്നും അല്ല ആർക്കും നമ്മൾ അറിയാതെ വരുന്നതാണ്. അസൂയ എന്നിപ്പോൾ പറഞ്ഞതുപോലെ എങ്ങനെയാണ് വരുന്നത്? എനിക്കില്ലാത്തൊരു കാര്യം മറ്റൊരാളിൽ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു വിഷമം അല്ലേ, അത് നമുക്ക് അത് പൊതുവേ എല്ലാവർക്കും വരും. വരാത്ത ആര്? അത് അറിഞ്ഞുകൊണ്ട് വരുന്നതല്ലല്ലോ, മനസ്സിലായി. പക്ഷേ അതിനെ നമ്മളത് ക്ലിയർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കും നല്ലതാണ്, മറ്റുള്ളവർക്കും നല്ലതാണ്. അതിനാണ് നമ്മൾ ഇതൊക്കെ കാര്യങ്ങൾ ചെയ്ത് നമ്മളെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ ശത്രുദോഷം, ഈ ശത്രുദോഷം എന്ന് പറയുന്നത് എന്താ? നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ആ ശത്രുദോഷത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ പക്ഷെ അവിടെ ചെയ്യുന്ന എന്താ? ഒരിക്കലും അമ്പലങ്ങളിൽ അത് വേറൊരാൾക്കൊന്നുമല്ല. നമ്മുടെ ശത്രുത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പം അവിടെയാണ് ഇവർക്കതറിയില്ല, പക്ഷെ അവിടെ അത് തന്നെയാണ്. അമ്പലത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്ന് പറയും, പക്ഷെ അത് നമ്മുടെ ഉള്ളിലെ ആ വ്യക്തിയുടെ ഏത് നക്ഷത്രത്തിലാണോ കൊടുത്തിരിക്കുന്നത് അവരുടെ ഉള്ളിലെ അതിനെ ാണ്. അവിടെ എന്തൊക്കെയാണ് ഈ വിദ്വേഷം? നമുക്കൊരാൾക്ക് നമ്മളോട് ശത്രുത ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് അവരോടും കൂടെ ഉണ്ടായിട്ടല്ലേ തോന്നുന്നത്. അതില്ലാന്ന് വന്നാൽ അവിടെ വരുന്നില്ലല്ലോ. പക്ഷെ അത്രയും നമുക്ക് ചിന്തിക്കാൻ സാധാരണ മനുഷ്യന് പറ്റില്ല. അപ്പോൾ അവിടെ അവരുടെ ഉള്ളിലെ വെറുപ്പും ഇതൊക്കെയാണ് ചെയ്യുന്നത്. ശരിക്കും ഇത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഇതൊക്കെ വിശ്വാസമുള്ളവർക്കാണ്, അതായത് ഇപ്പോൾ ഇതിലൊക്കെ വിശ്വസിക്കുന്നവർക്കാണ് ശത്രുദോഷം ഉണ്ടെന്നും അല്ലെങ്കിൽ കൺവേറുണ്ടെന്നും അല്ലെങ്കിൽ എന്താ കൂടോത്രം ഉണ്ടെന്നും ഒക്കെ വിശ്വസിക്കുന്നത്. പക്ഷേ ഇതിലൊന്നും വിശ്വസിക്കാത്ത ആൾക്കാരും ഉണ്ട്. ദൈവവിശ്വാസം ഇല്ലാത്തവരുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ശക്തികളുണ്ടെന്ന് വിശ്വസിക്കാത്ത ഒരുപാട് പേരുണ്ട്. അവരുടെ വിശ്വാസം മാത്രമാണ് ശരി, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ വിശ്വാസമല്ല ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഇതൊന്നും ഇല്ല, ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ച ഞങ്ങളുടെ വിധി കൊണ്ട് മാത്രം, വിധി എന്നുള്ളതിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ലോജിക്കൽ റീസണിങ് ഉള്ള വ്യക്തികളെ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിക്കാൻ പറ്റുമോ? അവരെന്തെങ്കിലും അക്സെപ്റ്റ് ചെയ്യുമോ? അതോ അങ്ങനെ അവരെ വിടുന്നതാണോ നല്ലത്?
അല്ല, നമ്മളിപ്പോൾ ഒരിക്കലും ഓരോ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അവരുടെ പ്രശ്നങ്ങളാണ്. ഇപ്പം നമ്മളുടെ അടുത്താണെങ്കിൽ കൂടി ഒരാൾ നമ്മളിലേക്ക് എത്തുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കവരെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. അതിപ്പോൾ ഒരു ലോജിക് മൈൻഡായിട്ട് ഇപ്പം നമ്മളിപ്പോൾ പലർക്കും ഇപ്പം നമ്മുടെ അടുത്ത് വരുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ ലോജിക്കുള്ളവർ ധാരാളമുണ്ട്. സത്യത്തിൽ അവരെയാണ് ഏറ്റവും നല്ലത് ലോജിക്ക്. കാരണം ഓരോ പ്രോഗ്രാമുകളൊക്കെ ചെയ്ത് എന്തൊക്കെയോ പഠിച്ചു വരുന്നവരെ വലിയ കുറച്ച് സമയം എടുക്കുമെന്ന് അതിലേക്ക് കൊണ്ടുവരാൻ. അതേസമയത്ത് എനിക്കിഷ്ടം ലോജിക്കാണ്. കാരണം വളരെ ലോജിക്കായിട്ടിരിക്കുന്ന ഒരാളെ വന്നാൽ 9:30 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 11:30 മണിയാകുമ്പോൾ, കാരണം ഇതൊക്കെ നമ്മൾ കണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇപ്പം നമ്മളോടിപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളിപ്പോൾ അതിനെയൊന്നും ഇത് ചെയ്യാൻ പറയുന്നില്ല എങ്കിൽ പോലും ഒരാൾ നമ്മളുമായിട്ട് അതിനൊരിതിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതാണെന്ന് തെളിയിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ പറയുമ്പോൾ സോൾ നമുക്ക് പറയാം, നമുക്ക് കാരണം നിങ്ങൾ വന്ന് 2 days ഇത് ഇരിക്കൂ, കാണിച്ചു കൊടുക്കാം. അത് അവരോടൊപ്പം ഉള്ളവർക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെയാണ്, അത് നമുക്ക് കാണാൻ പറ്റും. കാരണം ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഒരു 80 വയസ്സൊക്കെ ഉള്ള ഒരു മുത്തശ്ശി, ആ മുത്തശ്ശിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ എണീച്ച് ചിലപ്പോൾ 4 മണിക്ക് എണീച്ച് അവർ നാമം ചെല്ലും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്ക് അമ്പലത്തിൽ പോവും. നല്ലത് മാത്രം ഇപ്പോൾ ഈ പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്, മുത്തശ്ശിമാരായാലും ഉണ്ട്, ഇച്ചിരി അസൂയയും കുശും അങ്ങനെയൊക്കെ ഉള്ളവരും ഉണ്ട്. ഇതേ ലെവലിൽ എത്തുന്ന ഒരാൾക്കാണെങ്കിൽ പോലും ഈ സോളുമായി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പം അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ അപ്പോൾ അവർക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ട്രാൻസ്ഫോർമേഷനാണ്. മനസ്സിലായി? അപ്പോൾ അവർക്ക് എന്തുണ്ട്, വീണ്ടും റീബർത്ത് ഉണ്ട്. ആ റീബർത്തിലേക്ക് വരുമ്പം കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അവർ. മനസ്സിലായ? അങ്ങനെയാണത് വരുന്നത്. അപ്പം നമുക്കിതാണെങ്കിലും ഇത് ഒരാൾ വന്നാൽ നമുക്കതിനെ പ്രൂഫ് ചെയ്യിക്കാൻ പറ്റും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഏത് റീസണിങ് ഉള്ളവരാണെങ്കിലും അവർ അത് വരേണ്ട വ്യക്തിയാണെങ്കിലും വരും. ശരിക്കും ഉള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കൺസൾട്ടേഷൻ അവർക്ക് അത് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാനും സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം മാം കൂടുതൽ ഓഫ്ലൈനായിട്ടാണ് ചെയ്യുന്നത്. ഓൺലൈനും ഓഫ്ലൈനും ഉണ്ടെങ്കിലും ഓഫ്ലൈനാണ് വളരെ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ. അപ്പം നമ്മുടെ മാമിൻ്റെ സെൻറ്ററിൻ്റെ പേര് ശ്രീജാസ് ഇൻഫിനിറ്റീവ് പ്രൊവൈഡർ എന്നാണ് സെൻറ്ററിൻ്റെ പേര്. അപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും ഇത് കാണുന്ന പ്രേക്ഷകർ അല്ലേ, മാം അനേകം ഹീലിങ്സ് ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് അവർക്കൊക്കെ മാമിൻ്റെ അടുക്കിലേക്ക് വരാനും അപ്പം ഹീലിംഗ് കിട്ടാനും ഒക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ വൈൻഡപ്പ് ചെയ്യാമല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.